ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്പർ കൺവേർഷൻ ആയിരുന്നു. നമ്പർ കൺവേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോണത് ബൈനറി അഡിഷൻ ആണ്. അതായത് ബൈനറി നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ബേസ് 10 ആയിട്ടുള്ള നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് 10+5 നമുക്കറിയാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുക. 20+40 നമുക്കറിയാം 60 കിട്ടുക. അത് നമുക്ക് ആഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അറിയാം. പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഇല്ല. ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശിഷ്ടം വരികയാണെങ്കിൽ മാറ്റി എഴുതുക. അത് തൊട്ട് അടുത്ത നമ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് അങ്ങ് എഴുതി പോവുക. അങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ നമ്പേഴ്സിന് ആഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ബൈനറി അഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈനറി നമ്പേഴ്സ് ആകെ 1010 ഫോർമാറ്റിലാണുള്ളത്. സോ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ബൈനറി അഡിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂളുകളുണ്ട്. ആ റൂൾ പ്രകാരം പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് 2 ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ബൈനറി നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബേസ് 2 ആയിട്ടുള്ള നമ്പേഴ്സാണ്. 1010 ഫോർമാറ്റിലെ നമ്പേഴ്സാണ്. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ കോഡൊക്കെ എഴുതിയിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 1ഉം 0 ആണ്. 1ഉം 0യും നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ഓണിനെയും ഓഫിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ട് ബൈനറി നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ. ഇനി എന്താണ് നമ്മൾ ബൈനറി അഡിഷൻ ചെയ്യുന്ന സമയത്തുള്ള റൂൾ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോണത്. ഈ കാണുന്ന ഈ 4 സ്റ്റെപ്സാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അതായത് 0യും 0യും കൂട്ടുമ്പോൾ 0 ആണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ. 0+1 വരുമ്പോൾ 1 ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതേപോലെ 1ഉം 0യും ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആൻസർ ആയിട്ട് 1 ആണ് എഴുതേണ്ടത്. പക്ഷേ 1ഉം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് 0 എഴുതുകയും 1 എന്നുള്ളത് ക്യാരി ആയിട്ട് എഴുതുകയും വേണം. ഓക്കെ. 1ഉം കൂട്ടുമ്പോൾ ആൻസർ നിങ്ങൾ 0 ആക്കിയിട്ട് എഴുതുക. 1 നിങ്ങൾ ക്യാരി ആക്കിയിട്ട് എഴുതുക. 1ഉം ആഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 0 ആണ്. ബട്ട് 0 വിത്ത് ക്യാരി 1. നമ്മൾ ക്യാരി 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ 5ഉം 8ഉം കൂട്ടുന്നത് വിചാരിക്കുക ഡെസിമലിൽ. 5ഉം 8ഉം കൂട്ടുമ്പോൾ 13 ആണ് അല്ലേ. നമ്മൾ 3 ആണ് ഇട്ട് കൊടുക്കുക. 1 നമ്മൾ ശിഷ്ടമാക്കിയിട്ട് എഴുതും, ക്യാരി ആക്കിയിട്ട് എഴുതും. ആ 1 അടുത്ത നമ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ 1ഉം കൂട്ടുമ്പോൾ 0 ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ബാക്കി 1 ക്യാരി ആക്കിയിട്ട് അടുത്ത നമ്പറിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. അടുത്ത നമ്പർ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് നമ്മൾ റിസൾട്ട് ഫോം ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മളുടെ റൂൾസ് എന്ന് പറയുന്നത്. ഈ റൂൾസ് നിങ്ങൾ പഠിക്കണം. ഈ റൂൾസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം എങ്ങനെയാണ് ബൈനറി അഡിഷൻ പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്, എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്ന നമ്പർ 101ഉം 101ഉം ആണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു 2 ഓപ്പറൻസിന് എഴുതി, അതായത് നമ്മൾ 2 ആഡ് ചെയ്യേണ്ട നമ്പേഴ്സിന് നമ്മൾ എഴുതി. നമ്മൾ പെർഫോം ചെയ്യാൻ പോണ ഓപ്പറേഷൻ അഡിഷൻ ആയതുകൊണ്ട് നമ്മൾ പ്ലസ് എന്ന സിമ്പലും ഇട്ട് കൊടുത്തു. ഓക്കെ. ശേഷം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം നമ്മൾ സാധാരണ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബൈനറി അഡിഷൻ ചെയ്യുമ്പോഴും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നോക്കുക, 1ഉം 1ഉം ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം 1ഉം ആഡ് ചെയ്യുമ്പോൾ 0 വിത്ത് ക്യാരി 1 ആണ്. സോ നമ്മൾ താഴെ റിസൾട്ടിൻ്റെ അവിടെ 0 എന്ന് എഴുതി ക്യാരി മുകളിൽ ഇട്ട് കൊടുത്തു. ദെൻ ആ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 1 ഉണ്ട് അല്ലേ, ക്യാരി 1. ആ 1ഉം ആ തൊട്ട് താഴെയുള്ള 0, 1+0 1 ആണ് അല്ലേ. എഗെയിൻ 1+0 1 ആണ്. സോ നമ്മൾ അടുത്ത റിസൾട്ടായിട്ട് അവിടെ വരുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ എലമെൻറ്റിലോട്ട് പോവാണ്. 1+1 എന്ന് പറയുന്നത് നമുക്കറിയാം 0 ആണ് വിത്ത് ക്യാരി 1 ആണ് അല്ലേ. സോ നമ്മൾ അടുത്തത് എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. ക്യാരി 1 മുകളിൽ എഴുതി. ഇനി അവിടെ താഴെ എലമെൻറ്റ്സ് ഒന്നും ആഡ് ചെയ്യാനില്ല. സോ നമ്മൾ ആ 1 താഴെ എഴുതി കൊടുത്തു. ആ ക്യാരി 1 താഴെ എഴുതി കൊടുത്തു. നമ്മുടെ റിസൾട്ട് എന്താണ്? 1010 ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് 1+1 0 വിത്ത് ക്യാരി 1 ആണ്. ആ ക്യാരി 1 നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ കൊടുത്തു. സോ ദാറ്റ് ഈസ് 1+0
പ്ലസ് 0 വിച്ച് മീൻസ് 1 + 0 1 ആണ്. 1 എഴുതി കൊടുത്തു. അടുത്തത് ലാസ്റ്റ് എലമെൻറ്റ് 1 + 1. 1 + 1 0 ആണ്. 0 എഴുതി കൊടുത്തു. വിത്ത് ക്യാരി 1 ഉണ്ട്. ആ ക്യാരി 1ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഇവിടെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ നമ്മൾ അതുപോലെ എഴുതി കൊടുത്തു. ദാറ്റ് ഈസ് 1 0 1 0 ആണ്. ഈ രണ്ട് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇങ്ങനെയാണ് ബൈനറി അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ ബൈനറി അഡീഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്തത് വൺസ് കോംപ്ലിമെൻറ്റ് എന്ത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ബൈനറി അഡിഷൻ പറഞ്ഞു. അടുത്തത് നിങ്ങൾ വൺസ് കോംപ്ലിമെൻറ്റ് എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബൈനറി നമ്പറിൻ്റെ നേരെ ഇൻവേർട്ട്, അതായത് ഇപ്പോൾ ഒരു ബൈനറി നമ്പർ 1 ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ബൈനറി നമ്പർ 10 ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 01 ആയിരിക്കും. നേരെ ഇതിൻ്റെ നോട്ട്, നേരെ ഇതിൻ്റെ റിവേഴ്സ് ഇല്ലേ, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഒരു ബൈനറി നമ്പറാണ് 10101110. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇത് സിമ്പിളായിട്ട് ഇൻവേർട്ട് ചെയ്യുക, നേരെ മാറ്റുക. 1 ഉള്ള സ്ഥലത്ത് 0 ആവും, 0 ഉള്ള സ്ഥലത്ത് 1 ആവും. അത് തന്നെയാണ് വൺസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 1 ആണ്, അവിടെ 0 ആയി. നെക്സ്റ്റ് 0 ആണ്, അവിടെ 1 ആയി. കേട്ടോ, 0 1 0 1 0 0 0 1. അതാണ് ഇതിൻ്റെ മുന്നേ കൊടുത്തിട്ടുള്ള ഫസ്റ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഇതേപോലെ തന്നെ നമ്മൾ ബൈനറി നമ്പറിൻ്റെ 1 വന്ന സ്ഥലത്ത് 0 ആക്കുക, 0 വന്ന സ്ഥലത്ത് 1 ആക്കുക, നേരെ അതിനെ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുക. അതാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾസ് ഇത് കണ്ടോ. ബൈനറി നമ്പർ 0 0 0, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എത്രയാണ്? 1 1 1. അടുത്തത് ബൈനറി നമ്പർ 0 0 1, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എത്രയാണ്? 1 1 0. കണ്ടില്ലേ, ബൈനറി നമ്പറിന് 0 ഉള്ള സ്ഥലത്ത് 1 ആവും, 1 ഉള്ള സ്ഥലത്ത് 0 ആവും. അതാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞത്. നോക്കൂ, 0 1 0, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എത്രയാണ്? 1 0 1. അടുത്തത് 0 1 1 1 0 0. 1 0 0 1 പകരം 0 1 1. 1 0 1 പകരം 0 1 0. 1 1 0ക്ക് പകരം 0 0 1. ആ 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ആവും, 0 ഉള്ള സ്ഥലത്ത് 1 ആവും. ദെൻ 1 1 1 പകരം 0 0 0. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കിട്ടിയിട്ടുള്ള ബൈനറി നമ്പറിന് നേരെ ഇൻവേർട്ടാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബൈനറി അഡിഷനും വൺസ് കോംപ്ലിമെൻറ്റും ആണ്. ബൈനറി അഡിഷൻ്റെ റൂൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ബൈനറി അഡിഷൻ്റെയും കൂടുതൽ എക്സാമ്പിൾസ്, വൺസ് കോംപ്ലിമെൻറ്റിൻ്റെയും കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.